ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഓഡിഷന് പങ്കെടുത്ത സിനിമയാണ് പൊന്മാൻ. അന്ന് സിനിമയുടെ പേരൊന്നും ആയിട്ടില്ല. ബേസിൽ നായകനായിട്ടുള്ള ഒരു സിനിമയുടെ ഒരു ഓഡിഷൻ ഇവിടെ ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ പരൂരിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോയി പങ്കെടുത്തു. കഴിഞ്ഞു. അത്രേ ഉള്ളൂ. പിന്നീടാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നത്. നമ്മുടെ നാട്ടുകാരും സുഹൃത്തുക്കളായിട്ടുള്ള ചേട്ടന്മാരൊക്കെ അതിനകത്ത് ഭാഗമാക്കാവുന്നതാണ്. ജ്യോതിഷ് ശങ്കർ, സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടുള്ള അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടർ. ജി.ആർ. ഇന്ദുഗോപൻ്റെ 4-5 ചെറുപ്പക്കാരെന്ന് പറഞ്ഞ നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണെന്നൊക്കെയുള്ള പിന്നീടാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയുന്നത്. ബേസിലിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുമ്പോഴാണ് പൊന്മാൻ എന്നാണ് പടത്തിൻ്റെ പേര്. അജിത് വിനായക പ്രൊഡക്ഷൻസ് ആണ്. ഇത്രയൊക്കെ ഡീറ്റെയിൽ പിന്നീട് ആണ് അറിയുന്നത്. കമലഹാസൻ്റെ വിശ്വരൂപം തുടങ്ങിയ ഒരുപാട് ഹിന്ദി സിനിമകളും മലയാള സിനിമകളും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫർ സാനു ജോൺ വർഗീസാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി. ക്രൂ എല്ലാം ജസ്റ്റിൻ വർഗീസിൻ്റെ മ്യൂസിക്. ക്രൂ എല്ലാം തന്നെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ടീമുണ്ട് പടത്തിന്. അപ്പോൾ നമുക്ക് മറ്റ് കഥാപാത്രങ്ങളിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സജിൻ ഗോപു, അമ്പാൻ, പുള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഈ പടത്തെ പറ്റി ഉണ്ടായിരുന്നു. ടീസർ ആയിക്കോട്ടെ, ട്രെയിലർ ആയിക്കോട്ടെ, നല്ല രസമുള്ള സാധനമാണ്. അതായത് യൂഷ്വൽ ഒരു കോമഡി പാറ്റേണിലുള്ള അല്ലെങ്കിൽ ബേസിലിൻ്റെ പടങ്ങളിൽ യൂഷ്വൽ വരുന്നൊരു പാറ്റേണിലുള്ള പടമല്ല എന്നതിൻ്റെ ട്രെയിലറിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. കുറച്ച് സീരിയസ് സംഗതിയാണ് പടത്തിനകത്ത് പറയുന്നത്. എനിക്ക് കഥയോ നോവലോ പറ്റിയുള്ള ഒരു അറിവോ സംഗതികളോ ഒന്നുമില്ല. പടത്തിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നല്ല, ഒരു അമിത പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് കുറച്ച് എനിക്ക് നിരാശപ്പെടേണ്ടി വന്നു എന്ന് എനിക്ക് തോന്നിയത്. ആക്ച്വലി ചെറിയൊരു സ്റ്റോറിയാണ്. വളരെ കുറച്ചൊരു ചെറിയ സംഗതി. ഒരു കല്യാണ വീട്, അവിടെ ഒരു സ്വർണം കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചെറിയ പ്ലോട്ടാണ്. പക്ഷേ അതിനകത്ത് ഇമോഷൻസ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പെർഫോമൻസുകളാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. ലൈക്ക് ബേസിലിൻ്റെ ഇതുവരെ കാണാത്ത ഒരു ഗംഭീര പെർഫോമൻസാണ്. സജിൻ ഗോപുവിനെ പറയേണ്ട, പുള്ളിയുടെ ഒരു മീറ്റർ അടിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ്. അതേപോലെ തന്നെ ലിജിമോൾ, ആനന്ദ് മന്മഥനും ബെറ്റർ പെർഫോമൻസ് തന്നെയാണ്. ദീപക് പറമ്പോളുണ്ട്, പിന്നെ സന്ധ്യ രാജേന്ദ്രൻ, മുകേഷിൻ്റെ സഹോദരി. ആക്ച്വലി ഇത് ബേസ് ഫുള്ള് കൊല്ലം തന്നെയാണല്ലോ. കൊല്ലം, നമ്മുടെ പരവൂര്, താന്നി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതൽ. കുണ്ട്ര, മൺട്രോത്തുരുത്ത്, ഇവിടെയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പം കൂടുതൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള കൊല്ലത്തു നിന്നുള്ള പിള്ളേരുണ്ട്. കൊല്ലം ഭാഗത്തു നിന്നുള്ള ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് അത്യാവശ്യം പരിചയമുള്ള മുഖങ്ങൾ ഈ പടത്തിനകത്ത് വരുന്നുണ്ട്. ഒതളങ്ങാതുരത്തിലെ അഭിനേതാക്കളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഇതൊരു കൊല്ലം ബേസ്ഡ്, കൊല്ലംകാരുടെ പടമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സന്ധ്യ രാജേന്ദ്രൻ ഇതിനകത്ത് ചൂസ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയത്. ഇതിനകത്ത് വീക്കർ പെർഫോമൻസ് ആയിട്ട് പുള്ളിക്കാരി എനിക്ക് ഫീൽ ചെയ്തു. ലൈക്ക് ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടിങ് ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ അവർക്ക് കുറച്ചുകൂടെ ഒരു നാടകീയത അല്ലെങ്കിൽ ഒരു നാടകം ബേസ് ആക്ടിങ് ആയിട്ട് ആയതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു. ഇതിനകത്ത് മറ്റുള്ള കാരണം ഒരുപാട് പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ ക്യാരക്ടറിനുണ്ട്. പക്ഷേ പുള്ളിക്കാരി ഒരു അപ് ടു ദ മാർക്ക്. കാരണം റെഗുലറായിട്ട് അങ്ങനെ സിനിമയിൽ വരുന്ന ഒരു ആക്ട്രസ് അല്ല പുള്ളിക്കാരി. ലൈക്ക് ഇതൊരു നല്ലൊരു ചാൻസ് ആയിരുന്നു പുള്ളിക്കാരിയുടെ പെർഫോമൻസ് അൺലീഷ് ചെയ്യത്തക്ക രീതിയിലുള്ള. പക്ഷേ ഇതിനകത്ത് കുറച്ചൊരു ഡ്രാമ ബേസ്ഡ് ആക്ടിങ് ആയിട്ടുള്ളത് എനിക്ക് തോന്നിയത്. അതായത് മറ്റ് അഭിനേതാക്കൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരിയുടെ പെർഫോമൻസ് ശരിക്കും അത്ര ഇതായില്ല എന്ന് തോന്നി. പടത്തിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, സ്ത്രീധനവും അതിൻ്റെ പൊളിറ്റിക്സും, പിന്നെ ഒരു പ്ലേസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും അവരുടെ രീതികളും ക്യാരക്ടേഴ്സ് ബിൽഡാവുന്നത് അതൊക്കെ നന്നായിരുന്നു. പക്ഷേ ടോട്ടലി നമുക്ക് ആ ഒരു ഗ്രിപ്പിങ് അത്രയും ഇല്ലായിരുന്നു എന്നുള്ളൊരു തോന്നലാണ്. കാരണം കുറേ സീരിയസ് കാര്യങ്ങളാണ് പറയുന്നത്. ലൈക്ക് ഒരു ഡാർക്ക് ഹ്യൂമർ ഉണ്ട്, എന്നിരുന്നാൽ പോലും സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പടം ചർച്ച ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ മെസ്സേജും എല്ലാം വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ എവിടെയൊക്കെയോ നമ്മളങ്ങ് ആ ക്യാരക്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതിൽ കുറച്ച് പോരായ്മകളുള്ളതാണ് തോന്നിയത്. നമുക്ക് അജേഷ് എന്നുള്ള ക്യാരക്ടറും അതിൻ്റെ ആർക്കൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ സജിൻ ഗോപു അമ്പാൻ്റെ പെർഫോമൻസ് നന്നായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറുമായിട്ട് നമുക്കതൊന്നും അങ്ങ് സിങ്ക് ആവുന്നില്ലാത്തൊരു പോലെ എനിക്ക് പേഴ്സണലി തോന്നി. നിർബന്ധമായിട്ട് ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട മൂവിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും പ്രതീക്ഷയില്ലാതെ പോയാൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊരു എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വാച്ചായിട്ടാണ് എനിക്ക് തോന്നി. ഈ പടത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ് വളരെ ഇത്രയല്ലേ ഉള്ളൂ, ഇതിപ്പോൾ ഈ സംഭവം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ ഇതിങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷനാണ് എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അത് അത്രയും കൺവിൻസിങ് ആയിട്ട് വന്നില്ല എന്നുള്ളത് തന്നെയാണ് എനിക്കത് പോരായ്മയായിട്ട് തോന്നിയത്. ലൈക്ക് ഇതൊരു വലിയ പ്രശ്നമായിട്ട് പടത്തിനകത്ത് പറയുമ്പോൾ, ഇപ്പോൾ ഈ ഗോൾഡ് കിട്ടുക അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാന പ്രോബ്ലമായിട്ട് ഇതിനകത്ത് പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യണ്ടേ? ലൈക്ക് എനിക്കത് ഫീൽ ചെയ്തില്ല. ബേസിലിൻ്റെയും സജിൻ ഗോപുവിൻ്റെയും ലിജിമോളുടെയും പെർഫോമൻസുകളുടെ പേരിലായിരിക്കും ഈ സിനിമ അറിയാൻ പോകുന്നത്. ലൈക്ക് ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് വൺ ടൈം വാച്ചബിൾ മൂവി തന്നെയാണ്. സാനു ജോൺ വർഗീസിൻ്റെ ക്യാമറ നന്നായി എന്നുള്ളതേ ഉള്ളൂ. എക്സ്ട്രാ ഓർഡിനറി വർക്ക് അല്ലെങ്കിൽ പുള്ളിയുടെ
പുള്ളിയുടെ വർക്കുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി വർക്ക് എന്നുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി സ്പേസ് പടത്തിൻ്റെ കഥയും ആവശ്യപ്പെടുന്നില്ല, അങ്ങനെയുള്ളൊരു സംഗതി ഇല്ല. ജ്യോതിശങ്കറിൻ്റെ ഡയറക്ഷൻ ഇറ്റ്സ് ഓക്കെ, ലൈക്ക് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. പൊന്മാൻ അത്ര ഒരു മോശം പടമാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ലൈക്ക് എനിക്ക് അത്രയും വർക്കായില്ല. മേ ബി ഒരു അമിത പ്രതീക്ഷ വെച്ചതുകൊണ്ടാവാം. നിങ്ങളും കണ്ടു നോക്കൂ, കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. ബൈ.